പിന്നെ പ്രേമലു അറിയാലോ ഗൈസ്. അപ്പോ ബത്ലഹേം കുടുംബ യൂണിറ്റ് എല്ലാരെ പോലെ തന്നെ ഞാനും ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന മൂവിയാണ്. അത് ഈ വരുന്ന 21-ാം തീയതി, കൃത്യമായി പറഞ്ഞ ഖലീഫയുടെ പിറ്റേ ദിവസം റിലീസ് ആവാൻ നിൽക്കുകയാണ്. ഈ പടത്തിന് ഇത്രയ്ക്കൊക്കെ ഹൈപ്പിന്റെ ആവശ്യമുണ്ടോ? പ്രത്യേകിച്ച് ഈ ട്രെയിലറൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ നിവിൻ പോളി ആയാലും ഗിരീഷ് ഷേഡി ആയാലും ഇങ്ങനെ പൊക്കിയെടുക്കുന്നുണ്ട്. അതിന് സത്യത്തിൽ ഇത്രയൊക്കെ ഹൈപ്പ് വെക്കേണ്ട കാര്യമുണ്ടോ? എന്നാ കാര്യമുണ്ട്. അതെന്താണെന്നാണ് എന്റെ ഒരു ഒപ്പീനിയനാണ് ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോണത്. അതായത് ഗിരീഷ് ഷേഡി പടം, ഇതൊരു നിവിൻ പോളിയെ വെച്ചിട്ട് ഗിരീഷ് ഷേഡി ഒരു പടം അനൗൺസ് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആളുകളുടെ ഉള്ളില്, ഇപ്പൊ പേഴ്സണലി എനിക്കായാലും ബാക്കിയുള്ള ആളുകൾക്ക്, ഒരു സിനിമാ പ്രേമിക്കൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു ഫീൽ ഉണ്ടായിരിക്കും. കാരണം അന്ന് ഈ സർവമായ ഇറങ്ങിയിട്ടില്ല ഇത് അനൗൺസ് ചെയ്യുന്ന ടൈമില്. അതുകൊണ്ട് നിവിൻ പോളിക്ക് ഒരു കംബാക്ക് എന്തായാലും ഉണ്ടാവും. ഗിരീഷ് ഷേഡി പടം എന്തായാലും വരുന്നുണ്ട്. ഇനി കുറെ പടങ്ങൾ പൊട്ടിയാലും ആ സിനിമയിലൂടെ എന്തായാലും ഒരു കംബാക്ക് വരും എന്നുള്ള രീതിയിലാണ് ആളുകളൊക്കെ കണ്ടിരുന്നത്. അത് ഈ ഗിരീഷ് ഷേഡി എന്ന് പറഞ്ഞിട്ടുള്ള ആ വ്യക്തി, ആ പുള്ളി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓറ തന്നെയാണ്. മലയാളത്തിൽ പല ഡയറക്ടേഴ്സും വന്നു പോയിട്ടൊക്കെ ഉണ്ട്. അതുപോലെ സ്റ്റിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ ആളുകളുണ്ട്. ഒന്നുമില്ലാത്ത സ്ഥലത്ത് നിന്ന് കയറി വന്ന ധാരാളം ആളുകളുണ്ട്. അതുപോലത്തെ ഒരു വ്യക്തിയാണ് ഗിരീഷ് ഷേഡി എന്ന് പറയുന്നത്. തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെ, ആ സിനിമ ഒരു ജാതിക്കാത്തോട്ടം എന്നുള്ള പാട്ട് മാത്രമാണ് ആദ്യമായി ഹിറ്റായി വന്നത്. പിന്നീട് ആളുകൾ ആ സിനിമ കണ്ടപ്പോൾ എന്തൊരു ഫ്രഷ്നെസ് ആണ്, ഭയങ്കര ഫ്രഷ്നെസ്. അത്രയും കാലം കണ്ടതിൽ വെച്ച് ഒരു യൂത്ത് പടം, കുറച്ച് കുട്ടികളെയൊക്കെ വെച്ചെടുത്തിരിക്കണു. ഭയങ്കര ഫ്രഷ്നെസ് തന്നൊരു സിനിമ തണ്ണീർമത്തൻ ദിനങ്ങൾ. അതിലൂടെയാണ് ഗിരീഷ് ഷേഡി എന്ന് പറഞ്ഞ ആ പേര് അവിടെ പതിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് പുള്ളിക്കാരൻ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്തിട്ടുള്ളത് പുള്ളിക്കാരനെ കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാം. നെസ്ലിൻ, അതുപോലെ മാത്യു തോമസ്, അനശ്വര രാജൻ ഓൾറെഡി ഉണ്ടായിരുന്നു. ഇത്തരം കുറച്ച് ആളുകളെ പുള്ളിക്കാരൻ മലയാള സിനിമയ്ക്ക് തന്നപ്പോ ഇവരെ മാത്രമല്ല, സത്യത്തിൽ പുള്ളിക്കാരനെ തന്നെയാണ്, ഈ ഗിരീഷ് ഷേഡി എന്ന് പറഞ്ഞ വ്യക്തിയെ തന്നെയാണ് മലയാള സിനിമയിലേക്ക് പുള്ളിക്കാരൻ വേറെ ആയിട്ട് സംഭാവന ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നിവിൻ പോളിക്കൊരു സേഫ് സോൺ ഉണ്ട് നമുക്കറിയാം അല്ലെ. അതായത് പുള്ളിക്കാരൻ ഒരു കോമഡി റോൾ അല്ലെങ്കിൽ ഒരു കോമഡി ഫാമിലി മാൻ എന്നൊക്കെ പറഞ്ഞു വന്നു വെച്ചാൽ നിവിൻ പോളിയുടെ സേഫ് സോൺ ആണ്. അതുപോലെ ഗിരീഷ് ഷേഡി സേഫ് സോൺ ആയിട്ടുള്ള ഒരു സ്ഥലമാണത്. പുള്ളിക്കാരന്റെ കയ്യിൽ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ പുള്ളിക്കാരൻ അത് മേക്ക് ചെയ്ത് വെക്കുന്ന രീതി, ആ ഫ്രഷ്നെസ് ആണ്. പ്രത്യേകിച്ച് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ പണ്ട് സത്യനന്ദിക്കാട് പടങ്ങളിലൊക്കെ കണ്ടതുപോലെ, അല്ലെങ്കിൽ ഇന്നും നമ്മൾ സത്യനന്ദിക്കാട് പടങ്ങളിലൊക്കെ കാണുമ്പോഴത്തെ ഒരു ഫ്രഷ്നെസ് കൊണ്ടുവരാൻ ഗിരീഷ് ഷേഡി എന്ന് പറഞ്ഞ വ്യക്തിക്ക് സാധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പുള്ളിക്കാരൻ ചെയ്തതിൽ വെച്ച് എനിക്ക് സൂപ്പർ ശരണ്യ മാത്രമാണ് അതെനിക്ക് ഇഷ്ടമല്ല എന്നല്ല, പക്ഷെ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും അടിയിൽ കിടക്കുന്ന, എന്റെ ലിസ്റ്റിൽ കിടക്കുന്ന ഒരു പടം സൂപ്പർ ശരണ്യാണ്. അത് വെച്ചിപ്പോ ഈ ലേറ്റസ്റ്റ് ഇറങ്ങിയ അയാം കാതലിനൊക്കെ പണ്ടെന്നോ ഷൂട്ട് ചെയ്തതാണ്, ഇതിനിടയ്ക്കാണ് പക്ഷെ റിലീസായെന്ന് മാത്രം. അതൊക്കെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട മൂവിയാണ്. പിന്നെ പ്രേമലു അറിയാലോ. സോറി ഗൈസ്, അതിന്റെ ഇടയിൽ ചെറുതായിട്ടൊന്ന് കരണ്ട് പോയി. പിന്നെ പ്രേമലുവിന്റെ കാര്യം അറിയാലോ. പ്രേമലു എന്ന് പറഞ്ഞു വെച്ചാൽ അതൊരു പാൻ ഇന്ത്യൻ ലെവലിൽ പോയൊരു സാധനമാണ്. നസ്ലിന്റെയും അമിതാഭ് ബൈജുവിന്റെ ഒക്കെ തലവര മാറ്റിയൊരു മൂവി എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാം. പ്രേമലു കഴിഞ്ഞ പിന്നെയാണ് അവരെ കൂടുതൽ പേര് റെക്കഗ്നൈസ് ചെയ്തതും മറ്റ് ഇൻഡസ്ട്രിയിൽ നിന്ന് കോള് വരാനൊക്കെ തുടങ്ങിയത്. പ്രത്യേകിച്ചും അമിതാഭ് ബൈജു ഒക്കെ ഇപ്പൊ ഓടി നടന്ന് ചെയ്യാണ്. ഇപ്പോ നമ്മുടെ തമിഴില് വിശ്വനാഥൻ സൺസ് ജനനായകനായി കഴിഞ്ഞ് നിൽക്കുകയാണ്. ഇനി ഏതിലൊക്കെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കറിയില്ല. അതായത് കുറെ പേർക്കൊരു ഫേസ് വാല്യൂ കൊടുത്ത ഒരു സംവിധായകൻ അദ്ദേഹമാണ് പുതിയൊരു സിനിമയായിട്ട്, അതും നമ്മുടെ സ്വന്തം നിവിൻ പോളി ആയിട്ട് വരുന്നത്. സർവമായ പോലത്തെ ഒരു സാധനം ക്രിസ്മസിന് കിട്ടിയിട്ടിരിക്കും കൊണ്ട് തന്നെ ഇത് വേറൊരു നിവിൻ പോളിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ നിവിൻ പോളി ആരാധകരെ സംബന്ധിച്ച് വളരെ വലിയൊരു നോക്കിക്കാണുന്ന മറ്റൊരു മൂവിയാണ്. എന്തായാലും നല്ലൊരു പ്രതീക്ഷ തന്നെയാണ് ഈ ഓണത്തിനുള്ളത്. ഈ ഓണം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഫാമിലി ആയിട്ട്, അല്ലെങ്കിൽ ഓണമോ ക്രിസ്മസോ എന്ത് വന്നാലും നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് എത്രയൊക്കെ മൂവീസ് വന്നാലും ഫാമിലി ആയിട്ട് ഒരു പടത്തിന് പോവുക എന്നുള്ളത് പൊതുവെ എല്ലാവരുടെയും കണ്ടുവരുന്ന, മലയാളികൾക്കെന്നല്ല എല്ലാവർക്കും പൊതുവെ കണ്ടുവരുന്ന ഒരു സാധനമാണ്. അതിന് പറ്റിയൊരു മൂവി എന്തായാലും ആ ടൈമിൽ ഉണ്ടായിരിക്കും. അതാണ് ഇപ്രാവശ്യത്തെ ബത്ലഹേം കുടുംബ യൂണിറ്റ്. എന്തായാലും ഖലീഫയൊക്കെ കൊമേഴ്ഷ്യൽ മൂവിയാണ്, അതൊക്കെ യൂത്തും അത്തരം അല്ലെങ്കിൽ സിനിമ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെയാണ് അതിന് കൂടുതൽ പോകും. ഫാമിലി എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമ്മുടെ നിവിൻ പോളി പടം, ഗിരീഷ് ഷേഡി പടം, ബത്ലഹേം കുടുംബ യൂണിറ്റ്, അതില് ട്രെയിലർ കണ്ടപ്പോ ആ ട്രെയിലറിലും കിട്ടിയിട്ടുള്ള ആ ഫ്രഷ്നെസ് ഉണ്ടല്ലോ, എന്ത് ഭംഗിയായിട്ടല്ലേ അതൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് അതിൽ നിവിൻ പോളിയെ കാണാനും, അതുപോലെ സംഗീത് പ്രതാപ് ഉണ്ട്. സംഗീത് പ്രതാപവും നിവിൻ പോളിയും തമ്മിലുള്ള കോംബോക്കെയാണ് സത്യത്തിൽ ഞാൻ വെയിറ്റ് ചെയ്യണത്. അവര് ഒരു അടിപൊളി ആയിരിക്കും, അത് ഉറപ്പുള്ള കാര്യമാണ്. പിന്നെ മമിതാ ബൈജു മലയാളത്തേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് ഗിരീഷ് ഷേഡി പടങ്ങളില് സൂപ്പർ ശരണ്യ ആയിക്കോട്ടെ, അതുപോലെ പ്രേമലു, ഇനി വരാൻ പോകുന്ന ബത്ലഹേം കുടുംബ യൂണിറ്റ് അവർ പ്ലേസ് ചെയ്യുന്ന ഒരു സാധനമുണ്ട്.
മമിത ബൈജുവിനെയൊക്കെ ഒരു ഭയങ്കര നാച്ചുറൽ ബ്യൂട്ടി, നമ്മൾ ജനനായകയിൽ കണ്ട പോലെയോ അല്ലെങ്കിൽ വിശ്വനാഥൻ സൺസിൽ കണ്ട പോലെയോ മമിത ബൈജുവിനെ നമുക്ക് ഇതിൽ കാണാൻ പറ്റില്ല. ഇതിലൊരു പക്ക, അതായത് മല്ലു സാധനങ്ങൾ എന്താണ് ഭയങ്കരമായിട്ട് പെർഫോമൻസിൽ പീക്ക് അടിക്കാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങളുണ്ടല്ലോ, അത് ഗിരീഷ് ഷെഡി പടങ്ങളിൽ ഭയങ്കര നാച്ചുറലി അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രം തന്നെയായിരിക്കും മമിത ബൈജുവിന്റെ. എന്തായാലും ഈ ഹൈപ്പിനുള്ളത് ഉണ്ട്. എന്തായാലും ഈ സിനിമ പൊട്ടില്ല എന്ന് എന്റെ മനസ്സ് പറയുന്നു. പൊട്ടില്ല എന്നല്ല, ആളുകൾക്ക് ഇഷ്ടപ്പെടാത്തൊരവസ്ഥ അല്ലെങ്കിൽ ഒരു മിക്സഡ് ഒപ്പീനിയൻ പോലും വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സർവമായ പോലെ മറ്റൊരു അടിപൊളി സാധനമായിട്ട് തന്നെ വരാൻ ഒരു ചാൻസ് വളരെ കൂടുതലുള്ളൊരു മൂവിയാണ്. എന്തായാലും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഗിരീഷ് ഷെഡി ഇതുവരെ നമ്മളെ നിരാശപ്പെടുത്തിയിട്ടില്ല. ഇനി അദ്ദേഹത്തിന് നിരാശപ്പെടുന്ന ഒരു മൂവി കണ്ടു വെച്ചാൽ പുള്ളിക്കാരൻ കഴിവില്ല എന്നൊന്നല്ല കേട്ടോ അതിന്റെ അർത്ഥം. പുള്ളിക്കാരൻ പിന്നെ അടുത്ത പടമായിട്ട് വരും അടിപൊളിയായിട്ട്. അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം പ്രതീക്ഷയോടുകൂടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. എല്ലാരെയും പോലെ തന്നെ ഞാനും ഭയങ്കരമായിട്ട് പ്രതീക്ഷയിലാണ്, വെയിറ്റിംഗിലാണ്. അപ്പൊ നിങ്ങൾ അതിന്റെ ട്രെയിലർ കണ്ടിട്ടുള്ളവരായിരിക്കും. നിങ്ങൾക്ക് എന്താണ്, ഖലീഫയ്ക്കാണോ പോകുന്നത്, അതോ ബത്ലഹേം കുടുംബ യൂണിറ്റിനാണോ, അതോ രണ്ടിനും പോകുന്നുണ്ടോ, അത് ഫസ്റ്റ് ഡേ പോകുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ആ സിനിമയെ കുറിച്ച് തോന്നിയിട്ടുള്ള കാര്യങ്ങളെന്നും അതുപോലെ നിവിൻ പോളിയെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായമെന്നും ഗിരീഷ് ഷെഡിയെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായമെന്നും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഓക്കെ, ബൈ. വേറെ വീഡിയോ ആയിട്ട് കാണാം.